പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നബിദിനം, സന്തോഷത്തിൻ്റെ ദിനം. ഒരാഴ്ച കഴിഞ്ഞാൽ നബിദിനമായി. മദ്രസയിൽ വിപുലമായ പരിപാടികൾ നടക്കാൻ പോകുന്നു. രാവിലെ ഘോഷയാത്ര, അത് കഴിഞ്ഞ് കുട്ടികളുടെ മത്സര പരിപാടികൾ, വൈകുന്നേരം നബിദിന സമ്മേളനം. നോട്ടീസിറങ്ങി. വിദ്യാർത്ഥികളുടെ വീടുകളിലൊക്കെ നോട്ടീസെത്തി. മാതാപിതാക്കൾ നോട്ടീസ് വായിച്ചു. എല്ലാവർക്കും സന്തോഷം. സമ്മേളനത്തിന് പോവാൻ എല്ലാവരും തീരുമാനിച്ചു. കുട്ടികൾക്കെല്ലാം തിരക്കോട് തിരക്ക്. എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? പാട്ട്, പ്രസംഗം, സംഭാഷണം, കഥാപ്രസംഗം, പരിഭാഷയ്ക്കുള്ള പ്രസംഗം, ഖുർആൻ പാരായണം, ഹിഫ്ള്, ഖിസ്, ബാങ്ക് വിളി, സമൂഹഗാനം. ഹസൻ മുസ്ലിയാർ ക്ലാസ്സിൽ വന്നു. കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ഉസ്താദ് സലാം ചൊല്ലി. കുട്ടികൾ സലാം മടക്കി. നബിദിനം വരികയാണ്. ആരൊക്കെയാണ് മത്സര പരിപാടികളിൽ പങ്കെടുക്കുന്നത്? ഉസ്താദ് ചോദിച്ചു. ചോദ്യം കേൾക്കേണ്ട താമസം 20ഓളം കുട്ടികൾ എഴുന്നേറ്റു നിന്നു. അവരുടെ കൂട്ടത്തിൽ ഷാക്കിറും ഫൈസലും ഉണ്ടായിരുന്നു. എന്തൊക്കെ ഇനങ്ങളാണ് നിങ്ങൾ മത്സരിക്കുന്നത്? മനസ്സിൽ ഒരു പ്ലാൻ വേണം. നല്ല താല്പര്യമുള്ള വിഷയത്തിൽ മാത്രം മത്സരിച്ചാൽ മതി. ഞാൻ എന്തൊക്കെ ഇനങ്ങൾ മത്സരിക്കണം? ഷാക്കിർ സ്വയം ചോദിച്ചു. പാട്ടിന് മത്സരിക്കണോ? വേണം. മനസ്സ് മന്ത്രിച്ചു. കഴിഞ്ഞ കൊല്ലം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ടിന് മത്സരിച്ച് 1ാം സ്ഥാനം നേടിയതാണ്. ഇത്തവണയും മത്സരിക്കണം. 1ാം സമ്മാനം തന്നെ കിട്ടും. പ്രസംഗത്തിന് മത്സരിക്കണോ? വേണം. മനസ്സ് പറയുന്നു. സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദുമാർക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു അപ്പോൾ. സംഭാഷണത്തിനും മത്സരിക്കണോ? താനും ഫൈസലും കൂടി സംഭാഷണം നടത്തുക. മൈക്കിന് മുമ്പിൽ വെച്ചുള്ള സംഭാഷണം, അത് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമായിരിക്കും. കഥാപ്രസംഗമോ? താനും ഫൈസലും കൂടി ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുക. എന്ത് രസമായിരിക്കും. പരിഭാഷയുള്ള പ്രസംഗമോ? അതും രസകരമായിരിക്കും. താൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക, ഫൈസൽ അത് മലയാളത്തിലാക്കുക. കേൾക്കുമ്പോൾ കുട്ടികൾ ആർത്തു ചിരിക്കും. ഉറുദു മലയാളം പ്രസംഗം, അറബി മലയാളം പ്രസംഗം, സമൂഹഗാനം, എല്ലാം എത്ര രസകരം. ഇനിയും പരിപാടികളുണ്ട്. ഖുർആൻ പാരായണം, ഹിഫ്ള്, ഖിസ്, ബാങ്ക് വിളി, ഇതിലൊക്കെ താല്പര്യമുണ്ട്. ഒന്നും ഒഴിവാക്കാനൊക്കില്ല. ഉസ്താദ് കുട്ടികളുടെ പേരെഴുതാൻ തുടങ്ങി. പാട്ടിൽ പങ്കെടുക്കുന്നവർ നിൽക്കുക. കുറേ കുട്ടികൾ എഴുന്നേറ്റു നിന്നു. കൂട്ടത്തിൽ ഷാക്കിറും ഫൈസലും ഉണ്ടായിരുന്നു. ഉസ്താദ് എല്ലാവരുടെയും പേരെഴുതി. പ്രസംഗത്തിന് പങ്കെടുക്കുന്നവർ നിൽക്കട്ടെ. 4-5 പേർ നിന്നു. കൂട്ടത്തിൽ ഷാക്കിറും ഫൈസലും നിന്നു. ഉസ്താദ് പേരെഴുതി. കഥാപ്രസംഗം, ആരൊക്കെയാണ്? ഷാക്കിറും ഫൈസലും നിന്നു. ഉസ്താദ് പേരെഴുതി. കഥാപ്രസംഗം ഉസ്താദ് എഴുതിത്തരും. ഇനി ഇംഗ്ലീഷ് പ്രസംഗവും പരിഭാഷയും. 2 പേർ വേണം. പ്രസംഗവും പരിഭാഷയും ഞാൻ എഴുതിത്തരും. നിങ്ങൾ പഠിച്ചു പറഞ്ഞാൽ മതി. ഉസ്താദെ, ഷാക്കിറും ഫൈസലും. കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉസ്താദ് പേരെഴുതി. ഇനി ഉറുദു മലയാളം പ്രസംഗം. ഷാക്കിറും ഫൈസലും. ഉസ്താദെ, ഖുർആൻ പാരായണത്തിന് ധാരാളം കുട്ടികൾ നിന്നു. ഷാക്കിറും ഫൈസലും കൂട്ടത്തിലുണ്ട്. ബാങ്ക് വിളിക്കും അത്രയും പേരുണ്ട്. എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരെഴുതി. എല്ലാ പരിപാടിയിലും ഷാക്കിറും ഫൈസലുമുണ്ട്. ഇത് 3ാം ക്ലാസ്സിലെ കഥ. മറ്റ് ക്ലാസ്സുകളിലും ഇതുപോലെ കുട്ടികളുണ്ട്. പരിപാടികളുടെ ലിസ്റ്റിനു വളരെ നീളം. ഹസൻ മുസ്ലിയാർ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രസംഗം എഴുതി കൊടുത്തു. പ്രസംഗ പരിശീലനം എന്ന പുസ്തകം പരപ്പനങ്ങാടിയിൽ നിന്ന് വരുത്തി. അതിൽ ധാരാളം നബിദിന പ്രസംഗങ്ങളുണ്ട്. കുട്ടികൾ പുസ്തകം നോക്കി പ്രസംഗങ്ങൾ പഠിക്കാൻ തുടങ്ങി. പരിഭാഷാ പ്രസംഗങ്ങൾക്കാണ് പാട്. ഷാക്കിർ ഇംഗ്ലീഷ് പറയും, ഫൈസൽ അതിൻ്റെ മലയാളം പറയും. ഫൈസൽ ഉറുദു പറയുമ്പോൾ ഷാക്കിർ പരിഭാഷ പറയും. അവർ 2 പേരും ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു. പഠിച്ച ഭാഗങ്ങൾ ഓരോ ദിവസവും ഹസൻ മുസ്ലിയാർ പരിശോധിക്കും. വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഫൈസൽ വീട്ടിൽ ചെന്ന് പ്രസംഗിക്കും. പാട്ടുപാടും, കഥാപ്രസംഗം നടത്തും, ഖുർആൻ പാരായണം നടത്തും, ബാങ്ക് വിളിക്കും. വീട്ടിലുള്ളവരൊക്കെ അത് കേട്ട് ആസ്വദിക്കും. ഷാക്കിർ വീട്ടിൽ വെച്ച് പ്രസംഗിക്കും. അത് കേൾക്കാനോ ആസ്വദിക്കാനോ ആരുമില്ല. സലീമോൻ തീരെ ചെറുതാണ്. എങ്കിലും ഇക്കയുടെ പാട്ട് കേൾക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കും. ഉമ്മയുടെ മനസ്സ് എപ്പോഴും മരവിച്ചിരിക്കും.
അവിടെ വികാരങ്ങളില്ല, ചലനമില്ല. സുന്ദരമായ മുഖം വാടി പൂ പോലെയായിരിക്കും. കണ്ണുകളിൽ തിളക്കമില്ല. ഷാക്കിർ എന്തു പറഞ്ഞാലും അവർക്ക് കേട്ട ഭാവമില്ല. ഇങ്ങനെയുണ്ട് ഒരു ഉമ്മ. രാത്രിയിൽ ഷാക്കിർ കഥാപ്രസംഗം പഠിക്കുകയായിരുന്നു. വരികൾ പാടും, പിന്നെ വിശദീകരിക്കും. പറഞ്ഞു വരുമ്പോൾ ചിലത് മറന്നുപോകും, വീണ്ടും ഓർത്തു ചെല്ലും. അങ്ങനെ സമയം ഒരുപാടായി. പെട്ടെന്ന് മുറ്റത്തൊരു ചുമ. അവൻ ഞെട്ടി. ബാപ്പ. അവൻ വിളക്കൂതിക്കെടുത്തി പായ നിവർത്തി മൂടിപ്പുതച്ചു കിടന്നു, ഉറങ്ങിയതുപോലെ. അപ്പോഴും അവൻ കഥാപ്രസംഗത്തിലെ വരികൾ ശബ്ദമില്ലാതെ ഉരുവിടുകയായിരുന്നു. ഷാക്കിറിന് ഉറക്കം വന്നില്ല. അവനെന്തോ ഒരു പേടി. കുറേ കഴിഞ്ഞപ്പോൾ ബാപ്പയുടെ കൂർക്കൻ വലി. അത് കേട്ടപ്പോൾ മനസ്സമാധാനം. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. മദ്രസയുടെ മുമ്പിൽ വലിയ പന്തൽ ഉയർന്നു. മൈക്ക് വന്നു. വലിയ സദസ്സ്. മത്സരപരിപാടികൾ ആരംഭിച്ചു. മദ്രസയിൽ കുട്ടികളും മുതിർന്നവരും ധാരാളം. മദ്രസക്കകത്ത് പെണ്ണുങ്ങൾ. പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. തങ്ങളുടെ മക്കളുടെ പാട്ടും പ്രസംഗങ്ങളുമെല്ലാം കേട്ട് അവർ കോരിത്തരിക്കുന്നു. ഷാക്കിറിൻ്റെ ഉമ്മയോ ബാപ്പയോ അവിടെ എങ്ങുമില്ല. ഷാക്കിർ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നു. ചില ഇനങ്ങളിൽ 1-ാം സമ്മാനത്തിന് അർഹനായി. ചിലതിൽ 2-ാം സ്ഥാനം, ചിലതിൽ 3-ാം സ്ഥാനം, 4-ാം സ്ഥാനത്തേക്കില്ല. സദസ്സിനെ ഏറ്റവും അധികം രസിപ്പിച്ചത് ഷാക്കിറിൻ്റെയും ഫൈസലിൻ്റെ ടീമിൻ്റെ കഥാപ്രസംഗവും പരിഭാഷാ പ്രസംഗവുമായിരുന്നു. മഗ്‌രിബ് നിസ്കാരാനന്തരം പൊതുസമ്മേളനം സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ ഷാക്കിർ പലതവണ സ്റ്റേജിൽ കയറി. സദസ്സിലിരുന്നവർ പരസ്പരം ചോദിച്ചു തുടങ്ങി, ആ കുട്ടി മിടുക്കൻ തന്നെ. ഏതാണ് ആ കുട്ടി? അവൻ ആരുടെ മകനാണെന്ന് അവർക്കറിയില്ല. എങ്കിലും അവൻ്റെ പേര് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയി. ഷാക്കിർ സമ്മേളനം കഴിഞ്ഞു പിരിയുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഷാക്കിറിനെ പറ്റിയാണ്. ഹസൻ മുസ്ലിയാർ ഷാക്കിറിൻ്റെ സമ്മാനങ്ങൾ 2 പ്ലാസ്റ്റിക് കവറുകളിലാക്കി കൊടുത്തു. അതും താങ്ങിപ്പിടിച്ച് അവൻ വീട്ടിലെത്തി. ഉമ്മ സലീമിനെ ഉറക്കുകയാണ്. ഷാക്കിർ സമ്മാനങ്ങൾ താൻ കിടക്കുന്ന മുറിയുടെ മൂലയിൽ കൊണ്ടുവച്ചു. നല്ല ക്ഷീണം തോന്നി. മെല്ലെ പായ നിവർത്തി അതിൽ കിടന്നു അറിയാതെ ഉറങ്ങിപ്പോയി.